ഹായ് ഫ്രണ്ട്സ്, നിലവിൽ പുറത്തു വന്നിരിക്കുന്ന +1 +2 മാർച്ച് ടേർമിനൽ എക്സാം തിയറി എക്സാമിൻ്റെ ഷെഡ്യൂള് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യാസപ്പെട്ട് ആഫ്റ്റർനൂൺ സെഷനാണ് വന്നിരിക്കുന്നത്. നമ്മളെല്ലാം ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു അത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആകുലതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മാർച്ച് മാസം നല്ല ചൂടുള്ള സമയമാണ്. മാത്രമല്ല റംസാൻ മാസം, അതായത് കുട്ടികളുടെ വ്രതം, അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുട്ടികൾ എല്ലാവരും വ്രതം എടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ എക്സാം എഴുതുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വ്രതം എടുത്തിട്ട് ആഫ്റ്റർനൂൺ എക്സാം എഴുതാൻ വരിക എന്ന് പറഞ്ഞാൽ കുറച്ച് ആരോഗ്യപരമായി ബുദ്ധിമുട്ടുള്ള സമയമായിരിക്കുമോ എന്ന് എനിക്കൊരു സംശയം തോന്നുന്നുണ്ട്. കാരണം രാവിലെ ആകുമ്പോൾ കുഴപ്പമില്ല, അവർക്ക് വന്ന് എഴുതി ഉച്ചയ്ക്ക് ഒരു ക്ഷീണമൊക്കെ വരുമ്പോഴേക്കും അവർക്ക് തിരിച്ചെത്താം. പക്ഷേ ഉച്ചയ്ക്ക് ക്ഷീണം വരുന്ന സമയത്ത് എക്സാം എഴുതാൻ വന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും തിരിച്ചു പോകുക, അല്ലെങ്കിൽ ഇത്രയും ചൂടുള്ള ഈ സമയത്ത് വരിക എന്ന് പറഞ്ഞാൽ ആരോഗ്യപരമായി ഒരു നല്ല സാഹചര്യമാണ് എന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നില്ല. ഇത് എനിക്ക് മാത്രമല്ല, പലർക്കും ഇങ്ങനെ ഒരു സംശയം വന്നിട്ടുണ്ടാവും. അതുമായി ബന്ധപ്പെട്ട റിക്വസ്റ്റൊക്കെ ഒരുപക്ഷെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അടുത്തേക്കൊക്കെ എത്തിയിട്ടുണ്ടാവും എന്ന് ഞാൻ സംശയിക്കുന്നു. എന്തായാലും ഒത്തിരി പേര് പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് ആഫ്റ്റർനൂണുള്ള ഈ എക്സാം ഫോർനൂണിലേക്ക് തന്നെ മാറ്റുമോ, ഷെഡ്യൂളിൽ മാറ്റം വരുമോ, ടൈം ടേബിളിൽ മാറ്റം വരുമോ എന്ന്. എന്നാൽ ഇപ്പോൾ ഇതുവരെയും ഒഫീഷ്യലി ഒരു ചേഞ്ചസും വന്നിട്ടില്ല. പ്രതീക്ഷിക്കാം, നമുക്ക് കാത്തിരിക്കാം. നമുക്കറിയാം, റംസാൻ മന്ത് എപ്പോഴും ഈ ഇംഗ്ലീഷ് മാസം വെച്ച് നോക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് വരികയാണ്. മുന്നെയൊക്കെ എക്സാമിന് ശേഷം വന്നത് എക്സാമിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും കുറച്ച് ദിവസമെങ്കിലും എക്സാമിൻ്റെ ഇടയിലേക്ക് വരാൻ സാധ്യതയുണ്ട്, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം കുട്ടികൾക്കൊന്നും ബുദ്ധിമുട്ടില്ലാതെ വിധം ആരോഗ്യപരമായി ഹെൽത്തിയായി, മെൻ്റലി ഫിസിക്കലി ഹെൽത്തി ആയിട്ട് അവർക്ക് എക്സാം എഴുതാൻ പോകാനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ. എന്തായാലും അതിനനുയോജ്യമായ തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഏതെങ്കിലും തരത്തിൽ അഥവാ ഉണ്ടായിട്ടില്ല എങ്കിൽ നമ്മൾ അതിന് തയ്യാറാവുക. നമ്മൾ മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിപ്പോൾ നിൽക്കരുത്. എന്തായാലും നമ്മൾ എക്സാം നല്ല രീതിയിൽ എഴുതുമെന്ന ഒരു തീരുമാനത്തോടു കൂടി നമ്മൾ നിൽക്കുക. മാറ്റം വന്ന് നമുക്ക് അനുകൂലമായാലും ഇറ്റ്സ് ഓക്കെ, ഇല്ലെങ്കിലും നമ്മൾ വിഷമിക്കരുത്. ഏത് സാഹചര്യത്തെയും മറികടക്കാൻ നമ്മൾ പ്രാപ്തരാവേണ്ടതാണ്. എന്തായാലും അതുപോലെ ഈ ഒരു എക്സാം കാലവും നമ്മൾ അതിനുവേണ്ടി തയ്യാറാവണം. അനുകൂലമായി മാറ്റം വന്നാൽ നല്ലത്. എന്തായാലും കാത്തിരിക്കാം. നിലവിൽ ഒരു മാറ്റവും ഇല്ല. ആഫ്റ്റർനൂൺ സെഷനിൽ തന്നെയാണ് ടൈം ടേബിൾ മുൻ പ്രഖ്യാപിച്ച പോലെ തന്നെയാണ് ഉള്ളത്. മാറ്റം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വൈകാതെ വരുമായിരിക്കും.